ഒരു 25-26 വർഷങ്ങൾക്ക് മുമ്പ് 2000ങ്ങളുടെ തുടക്കത്തിൽ ഈ സാധനം നമുക്ക് ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ അന്ന് ഇതിലൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കും. അതായത് ബോറടിക്കാനുള്ളൊരു സ്പേസ് നമുക്കൊന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 2026-ൽ മനുഷ്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട കാലഘട്ടമാണിത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഒറ്റപ്പെട്ടു പോയത്? കാരണം വേറൊന്നുമല്ല, നമുക്ക് റിയാലിറ്റി ഫേസ് ചെയ്യാൻ ഇപ്പോൾ പേടിയാണ്. 17-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ഫിലോസഫറും സയൻറ്റിസ്റ്റുമായ ബ്ലെയ്സ് പാസ്കൽ പറഞ്ഞ ഒരു സത്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒരിടത്ത് ഒറ്റയ്ക്ക് അനങ്ങാതിരിക്കാൻ അവനുള്ള കഴിവില്ലായ്മയാണെന്ന്. ഒരു 5 മിനിറ്റ് ഫോണോ മറ്റോ എൻ്റർടൈൻമെൻറ്റോ ഇല്ലാതെ നമ്മളൊരു റൂമിലിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ശൂന്യത നമ്മൾ വല്ലാതെ അലട്ടും. ആ ശൂന്യത ഒഴിവാക്കാൻ വേണ്ടി എൻ്റർടൈൻമെൻറ്റിനെ ഒരു ലഹരിയായാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ സങ്കടം മറക്കാൻ നമ്മൾ തുടർച്ചയായി സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം എന്ന് പറയുന്നത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ ഒറ്റപ്പെടൽ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സത്യം. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റിനെ നമ്മൾ കംഫർട്ട് സോണായി തിരഞ്ഞെടുക്കുന്നു. ഇവിടെ നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഈ സ്ക്രീൻ ഓഫ് ചെയ്താൽ നമ്മൾ അതേ ഇരുട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇത് തന്നെ വലിയൊരു മെട്രിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എന്ത് ഡബിൾ സ്റ്റാൻഡേർഡാണ് പോയത്? നീ സംസാരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് റീൽസിനെതിരെയാണ്, എന്നിട്ട് നീയോ പോസ്റ്റ് ചെയ്യുന്ന റീൽസിലൂടെ തന്നെയല്ലേ? അതെ, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇതൊരു ഹിപ്പോക്രസി തന്നെയാണ്. പക്ഷേ ഈ മെട്രിക്സിനെ പറ്റി സംസാരിക്കാൻ ഈ മെട്രിക്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ എനിക്ക് വരേണ്ടി വരും. ഇതൊരു ട്രാപ്പാണെന്ന് പറയാൻ നിങ്ങൾ നിൽക്കുന്ന ഇതേ ട്രാപ്പിൽ തന്നെ വന്ന് എനിക്ക് സംസാരിക്കേണ്ടി വരും. സോ കൺസിഡർ ദിസ് വീഡിയോ ആസ് എ ഗ്ലിച്ച് ഇൻ യുവർ ആൽഗോരിതം. വേക്ക് അപ്പ് ടു റിയാലിറ്റി എന്ന് പറയുന്നത് ചുമ്മാ ഒരു മോട്ടിവേഷൻ ഡയലോഗ് മാത്രമല്ല. ഈ കാണുന്ന വിനോദങ്ങളൊന്നും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും പകരമാവില്ല. നിങ്ങൾക്ക് ഈ മെട്രിക്സിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 10 മിനിറ്റ് ഫോണ് മാറ്റിവെച്ച് നിങ്ങളുടെ ചിന്തകളുടെ കൂടെ ഒന്നിരുന്ന് നോക്കുക. ഗോ അഹെഡ്, പ്രൂവ് മീ റോങ്.